ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ലാലേട്ടനും അവരുടെ റൊമാൻസ് പുഷ്പിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനും ഇങ്ങനെ ഒന്ന് തള്ളു കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ അനീഷേ ആ സവാരിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, വിനോദയാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കാറിൽ? അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാലേട്ട. നൂറയും ആര്യനും കൂടി എന്നെ ഉന്തുന്നു, നൂറ് അങ്ങനെ കൈകൊണ്ട് വിരൽ കൊണ്ട് പിച്ചുന്നു, ഷോൾഡറിൽ ഭാരം കൂടുതലാക്കി തരുന്നു, നൂറയുടെ നഖം കൊണ്ട് കുത്തുന്നു. അപ്പോൾ ലാലേട്ട ചിരിക്കുകയാണ്. ലാലേട്ട ചോദിക്കുന്നുണ്ട്, എന്നാലും എന്താണ് ബാക്കിലൊരാൾ മസാജ് ചെയ്ത് തരുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ലാലേട്ട മസാജ് ചെയ്തതല്ല. അപ്പോൾ അനുമോൾക്ക് നാളായിട്ട് എണീറ്റിക്കുന്നത് അല്ല, അനുമോളടുത്ത് ക്രഷ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ട്. അപ്പോൾ ആ ക്രഷൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പോഴേക്കും അനുമോൾക്ക് നാണം, അനീഷിന് നാണം. അപ്പോൾ പറയുന്നുണ്ട് അനുമോൾ എണീറ്റെന്ന് പറയുന്നത്, ലാലേട്ട ഞാൻ മസാജ് ചെയ്ത് കൊടുത്തതല്ല, ഞാനിങ്ങനെ രോമം പിഴുത് കൊടുത്തതാണ്. ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറച്ച് രോമങ്ങൾ, വെള്ള രോമങ്ങൾ, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പിഴുത് കൊടുത്തപ്പോൾ അനീഷിനെ അപ്പോൾ എന്ത് തോന്നി? അനീഷ് പറയും, എനിക്ക് മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു ലാലേട്ട വന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാണം കൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയും, ശരിയാ മിക്സഡ് ഇമോഷൻസ് വരും. ഒരു ഭാഗത്ത് നഖം കൊണ്ട്, മറ്റേ ഭാഗത്ത് മസാജിങ്, പിന്നെ ക്രഷും കൂടിയുള്ള ആൾ, അതൊക്കെയാണല്ലോ. അപ്പോൾ മിക്സഡായിട്ട് വരും, അത് തെറ്റൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തല മസാജ് ചെയ്ത് കൊടുക്കുന്നു, കൈ ഇത് ആക്കി കൊടുക്കുന്നു. അപ്പോൾ അക്ബർ എണീറ്റെന്ന് പറയാം, അതൊന്നുമല്ല ലാലേട്ടൻ രസം. അവരെ അനീഷിനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവസാനം അനുമോള് പറയാം, അനീഷേട്ടാ വെള്ളമുടി തീർന്നു എന്ന് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ്റെ ഡയലോഗാണ്, നോക്കി നോക്ക് അനുമോളെ, ഒന്നും കൂടി നോക്കി നോക്ക്, വെള്ളമുടി ഇനിയും കാണും, അതൊക്കെ പറിച്ച് താ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നേന്ന്.